ഇങ്ങനെ ചെരിഞ്ഞിട്ട് വീഴും. എന്നിട്ട് ആദ്യം ഞങ്ങളെ വാട്ടർ ടാങ്കിൽ ഒരു പ്രാവ് വീണിട്ടുണ്ടായിന്. അപ്പം അതിനെ നമ്മൾ എടുത്തിട്ട് ഇതാ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ആകെ തണുപ്പ് പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് ആള്. അപ്പോൾ ഡ്രയർ കൊണ്ട് കുറച്ച് ചൂട് കൊടുത്തു. ഒന്നും ഒരു അനക്കമില്ല. അനക്കുണ്ട് പക്ഷെ ആകെ തണുപ്പ് പിടിച്ചിട്ട് ഒരു ഉഷാറില്ല. ഒരു ഉഷാറില്ല. നമ്മളെ വാട്ടർ ടാങ്കിൽ വീണിട്ടുണ്ടായതാണ് കേട്ടോ. ഇത് എടുത്ത പ്രാവൊന്നും നമുക്കറിയില്ല. കോരി വല കൊണ്ട് കോരിട്ട് എടുത്തിട്ട് ഇപ്പോൾ ഇവിടെ തുണിയിൽ ചുറ്റിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ആള് ഉഷാറാന്ന് വിചാരിക്കുന്നു അല്ലേ? ഒന്നാമത് ഇപ്പൊ തണുപ്പായതുകൊണ്ട് അല്ലേ? അതന്നെ. ആളെ മുഖമൊന്നും കാണുന്നില്ലല്ലോ. ഉറങ്ങുന്നതാ, കണ്ണും തുറക്കുന്നില്ലേ? കൊറേ സമയമായി തോന്നുന്നു വീണിട്ട്. നമ്മ ഇപ്പൊ കണ്ടതല്ലേ? പക്ഷെ നമ്മ വല വിട്ടിട്ടുണ്ടായിന്. ഇത് അങ്ങനെ വീണേന്ന് അറിയില്ല. അമ്മ അടൂര് ഓട്ടുണ്ടായിന്. കണ്ണു തുറന്നു. വല ഒരു ചെറിയ തോട്ടുണ്ടായില്ലേ മോളെ? അതിന് മുന്നേ ഇതുപോലെ തന്നെ പരുന്തും വീകലുണ്ട്. വലയിലിട്ടിട്ടുണ്ടായിന്. പരുന്തുകൊണ്ട് ചാവലുണ്ടായിന്, ചത്തിട്ടുണ്ടായിന്. കൊത്തുന്നുണ്ടാ? കൊത്തട്ടീനിപ്പോ പ്രാവ് കൊത്തോ? പിന്നെ കൊത്തുന്നു തോന്നുന്നു. ഇതാണോ കൊണ്ടപ്പോ നിക്കാൻ നോക്കുന്നുണ്ട്. ആകെ തണുപ്പ് പിടിച്ചിട്ടുണ്ട്. ഇതാ ആള് കുറച്ച് ഉഷാറായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇത് എടുത്ത പ്രാവൊന്നും നമുക്കറിയില്ല അല്ലേ കുഞ്ഞാവേ? ഇത് ഇവിടെ വെള്ളം കുടിക്കാൻ വേണ്ടിട്ട് വന്നയാന്ന് തോന്നുന്നുണ്ട് വാട്ടർ ടാങ്കിന്റെ അടുത്ത്. ഇത് ഉഷാറില്ലല്ലോ. അമ്മ ഇതിന്റെ തലക്ക് ഇതാക്ക്. എന്ത് ആകെ തണുപ്പ് പിടിച്ചിട്ട് ആകെ ക്ഷീണം ഉണ്ടോയി. നടക്കുന്നുണ്ട്. അത് കണ്ണ് തുറക്കുന്നില്ലടാ മോനെ. ഇവിടെ ആക്കി നോക്കട്ടെ, നടക്കുന്നുണ്ടോ നോക്കട്ടെ. അതങ്ങനെ കൊടയല്ലേ ഏട്ടാ, അതിൽ പൊടിയുണ്ട് ഫുള്ള്. ആകെ വിറച്ചിട്ടാന്നല്ലേ തണുത്തിട്ട്. കണ്ണനതിന് പുതപ്പിച്ചിട്ടെല്ലാം കൊടുക്കുന്നുണ്ട്. കൊറേ സമയം തോന്നല്ലേ വീണിട്ട്? നിക്കട്ടെ, അതെന്തെങ്കിലും ആക്കട്ടെ. അപ്പൊ ഇന്നലെ നമ്മളെ വീട്ടിലേക്ക് എത്തിയ ആളിതാ കൂട്ടിലുണ്ട് കേട്ടാ. അപ്പൊ ആളെ നമ്മ പറത്തി വിടാൻ പോവുകയാന്ന് അല്ല എണ്ണ. ഇപ്പൊ കാണിച്ചരാ. ആൾക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തിറങ്ങിയാൽ മതി കേട്ടോ. അപ്പൊ ഇന്നലെ ഭയങ്കര ക്ഷീണായിരുന്നു. വെള്ളം കുടിച്ചിട്ടോ എന്തെന്നൊന്നും അറിയില്ല. വാട്ടർ ടാങ്കിൽ ഉണ്ടായതല്ലേ. ഇതാ ഇപ്പൊ ഇതാ പറന്ന് വിടാൻ പോകുന്നുണ്ട്. ഇതാ രക്ഷപ്പെട്ടു കേട്ടോ ആള്. പോയിക്കോ, നിന്റെ വീടേടാ, വീട്ടിലേക്ക് പോയിക്കോ. അപ്പൊ അരിയൊന്നും വേണ്ട. ഇത് കൊറേ അരിയും വെള്ളം ഇട്ടിട്ട് കേട്ടോ. അതാ ഇത്ര നേരം ഈ കൂട് പൊളിച്ചിട്ട് പോകാൻ വേണ്ടിട്ട് നിൽക്കുന്നുണ്ടായത്. ഇപ്പൊ ആള് രക്ഷപ്പെട്ടു. അതിന് പുറകെ പോണ്ട, അപ്പൊ അത് പേടിച്ച് മാറും. അതാ പോയി. ശരിക്കും അതിന്റെ വീട് അങ്ങോട്ടിടാൻ തോന്നുന്നുണ്ട് കേട്ടോ. എങ്ങനെയെങ്കിലും ഒന്ന് തുറന്നു വിട്ടാ മതി എന്നെല്ലാം വേണ്ടിട്ടുണ്ടായിന് കേട്ടോ. അത് നോക്കുന്നുണ്ടാ? ശരിക്കും അത് വെള്ളം കുടിക്കാൻ വേണ്ടിട്ട് വന്നാന്ന് വാട്ടർ ടാങ്കിൽ അല്ലേ കണ്ണ? കണ്ണന് ചെറിയൊരു സങ്കടം ഉണ്ട്. പക്ഷെ ഇത് നിക്കണ്ടേ?